ഇതെന്തപ്പോ കഥ എന്നല്ലേ? ഒന്ന് സ്ലോ മോഷൻ എടുക്കാൻ നോക്കി. അത് നടക്കുന്നത് ഞാനായതുകൊണ്ടും എടുക്കുന്നത് അവനായതുകൊണ്ടും അതങ്ങ് ഒത്തില്ല. പിന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി അവൻ നേരെ പോയി ഒരു മസാജൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ VR എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം അവിടെ കണ്ടത്. എന്റെ കൂടെ വന്ന മൂപ്പരാൾക്ക് ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേ മതിയാവും. പിന്നെ കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ അങ്ങ് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. കൊക്ക് എത്ര കുളം കണ്ടതാ. ഇതൊക്കെ സേച്ചി മുന്നേ പറ്റി തെളിഞ്ഞ ഓരോ മാർഗങ്ങളാണേ. പിന്നെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവൻ പ്രതീക്ഷിച്ച എക്സ്പ്രഷൻസ് ഇടാത്തത് അവനിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ ചുറ്റോറ് നോക്കുന്ന എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ തൊട്ടടുത്ത് ഒരു തടിമാടൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഹി ലുക്സ് സോ ക്യൂട്ട്. ആ ചേട്ടനെ വായ നോക്കി കൊതി തീരുമ്പോഴത്തേക്കും അവർ ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച സ്ഥലത്തേക്കായിരുന്നു. അതായത് ഞങ്ങളുടെ സ്കൂൾ. ഇതാ നോക്കൂ, ഈ വരാന്തയിലാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ പങ്കുവെച്ചത്. ഇത് അവൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ് ഇപ്പൊ ലാബ് ആക്കിയോണ്ട് അത് കാണാൻ പറ്റിയില്ല. ഈ ജനലുകളുടെ അടുത്ത് നിന്നായിരുന്നു ഞങ്ങൾ ബഷീറും നാരായണയായത്. ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഇതായിരുന്നു എൻ്റെ ക്ലാസ്. അവിടെ നിന്ന് ഞങ്ങൾ ബഷീറും നാരായണയാവാറുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ നടന്നു പോകുന്നത് ഓർമ്മകൾ അയവിറക്കാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല. ഈ OCDന്റെ വകയിലുള്ളൊരു ചേച്ചിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആ സ്കൂൾ മൊത്തം വൃത്തിയാക്കാനുള്ള കോൺട്രാക്ട് ഏറ്റെടുത്താലോ എന്നായിരുന്നു ഞാൻ ആ നടക്കുമ്പോൾ വിചാരിച്ചു. ഈ വീഡിയോ കാണുന്ന ടീച്ചേഴ്സിനെ അവിടെ കേറ്റോന്ന് ഇനി അറിയില്ല. എന്തായാലും ഈ കഥ പറച്ചിൽ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.